വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിജയശില്പിയായ ഉമ്മൻചാണ്ടിയെ ഉദ്ഘാടന വേദിയിൽ പാടെ മറന്നവർ ഇപ്പോൾ കൊച്ചിയിലെ ടാറ്റ നിക്ഷേപത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് വിളിച്ച് പരിഹസിക്കുന്നതിൽ രാഷ്ട്രീയ വൈരുദ്ധ്യം പ്രകടം. വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശിയെ തമസ്കരിക്കാൻ നോക്കിയ CPM തങ്ങൾ തുടങ്ങിവെച്ച പദ്ധതികളുടെ ക്രെഡിറ്റ് പുതിയ സർക്കാർ സ്വന്തമാക്കുന്നു എന്നാരോപിച്ച് രംഗത്തെത്തിയതോടെ കേരളത്തിൽ പുതിയൊരു ക്രെഡിറ്റ് യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. കൊച്ചിൻ പോർട്ടിൽ ടാറ്റയുടെ കപ്പൽ നിർമ്മാണശാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ രൂക്ഷമായ പരിഹാസവും വിമർശനവുമായി മുൻ വ്യവസായ മന്ത്രി P. രാജീവ് രംഗത്തെത്തിയതോടെയാണ് വിവാദം പുകഞ്ഞത്. മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ടാകണമെന്നും ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന രീതിയിൽ അവതരിപ്പിച്ച് അദ്ദേഹം കേരളത്തിന്റെ വിശ്വാസ്യത തകർക്കുകയാണെന്നും രാജീവ് കുറ്റപ്പെടുത്തി. മലബാർ സിമന്റ്സും ടാറ്റ പ്രോജക്ട്സിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിന് കൊച്ചി പോർട്ടിൽ സർക്കാർ സൌകര്യമൊരുക്കിയെന്നും ഇത് പുതിയ സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നുമുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിശദീകരണമാണ് CPM-നെ ചൊടിപ്പിച്ചത്. എന്നാൽ ഈ പദ്ധതി 2025 ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി അന്നത്തെ LDF സർക്കാർ രൂപം കൊടുത്തതാണെന്ന് P. രാജീവ് അവകാശപ്പെടുന്നു. മലബാർ സിമന്റ്സും ആർട്സണും തമ്മിൽ അന്നേ ഒപ്പിട്ട ധാരണാപത്രം മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണെന്നും ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ നോക്കുന്ന മുഖ്യമന്ത്രി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പെരുമാറുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പരിഹസിച്ചു. ബുദ്ധിജീവിയായില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി ഒരു മന്ത്രിക്കുണ്ടാകണം. ഫിഷൻ വായിക്കുന്ന ആളായതുകൊണ്ട് ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി അവതരിപ്പിച്ചാൽ കേരളത്തിന്റെ വ്യവസായ സാധ്യതകൾ തന്നെ ഇല്ലാതാകും. മുൻ വ്യവസായ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: നാളെ കൊച്ചിൻ ഷിപ്പ്യാർഡും ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹ്യൂണ്ടായുമായി മുൻ സർക്കാർ ഒപ്പിട്ട ധാരണാപത്രവും ഇത്തരത്തിൽ സ്വന്തം പദ്ധതിയായി സതീശൻ അവതരിപ്പിച്ചേക്കുമെന്നും രാജീവ് കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം ഓർക്കുമ്പോൾ LDF-ന് ഇരട്ടത്താപ്പെന്ന് UDF. അതേസമയം പദ്ധതികളുടെ ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ CPM-ന് യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്ന് UDF കേന്ദ്രങ്ങൾ തിരിച്ചടിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിടുകയും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും തഴഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം. വിഴിഞ്ഞം പദ്ധതി ഇടതുപക്ഷത്തിന്റെ മാത്രം നേട്ടമായി ചിത്രീകരിക്കാൻ അന്ന് CPM കിണഞ്ഞു ശ്രമിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാൻ മടിച്ചവർ ഇപ്പോൾ ഒരു പുതിയ സംരംഭത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ ക്രെഡിറ്റ് പോരിനിറങ്ങുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വ്യവസായ പ്രമുഖരെ നേരിട്ട് കണ്ട് സംസാരിച്ച് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ തങ്ങൾ ശ്രമിച്ചപ്പോൾ പുതിയ സർക്കാർ കേവലം പ്രഖ്യാപനങ്ങളിലൂടെ പുകമറ സൃഷ്ടിക്കുകയാണെന്നാണ് P. രാജീവിന്റെ ആക്ഷേപം. താൻ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ടാറ്റ ചെയർമാനുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് നിക്ഷേപം വന്നതെന്നും എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയായതോടെ പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ മാധ്യമങ്ങളെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ സംസാരിക്കുമ്പോൾ ആധികാരികതയുണ്ടായിരിക്കണമെന്നും ഇത്തരം തർക്കങ്ങളിലൂടെ വ്യക്തികളുടെയല്ല മറിച്ച് കേരളത്തിന്റെ പൊതുവായ വികസന വിശ്വാസ്യതയാണ് തകരുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.